മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് കൽപ്പിച്ചു കൂട്ടി ഒരു സംവരണ സീറ്റായിട്ട് ഇനി ഒരു സ്ത്രീ ഇരിക്കട്ടെ എന്ന് പറയേണ്ടതല്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ലാലു പ്രസാദ് ജയിലിലായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതെല്ലാം അദ്ദേഹത്തിന് തന്നെ കൈകാര്യം ചെയ്യണം. അപ്പോൾ റാബ്രി ദേവിയുണ്ട്. റാബ്രി ദേവി ആക്കുമ്പം പലരും എന്താ പറഞ്ഞത്, അയ്യോ അല്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർ വലിയ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ മിന്നിത്തിളങ്ങാത്ത ആ സ്ത്രീ ലാലു പ്രസാദ് എങ്ങനെ കൊണ്ടുപോയോ അതുപോലെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീക്ക് വയ്യാണ്ടൊന്നുമില്ല. ഇനി കേരളത്തിൽ ഞങ്ങളെയൊന്നും ആരും നിഷേധിച്ചതല്ല. ഞങ്ങൾ പാർട്ടി കമ്മിറ്റി ചേർന്ന് ഈ സിറ്റുവേഷനിൽ ആരാണ് നമുക്ക് ഏറ്റവും ഉതകുന്നത്, മിക്കവാറും അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പുരുഷ നേതാക്കന്മാർക്കാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇപ്പം, അത് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് കൂടെ, അതുമാത്രമല്ല പാർട്ടി പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊരു ചർച്ച നടക്കണമെന്ന് ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. കാരണം അതൊരു സാധനമല്ലേ ഉള്ളൂ. അതേസമയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എം എൽ എമാർ കൂടുതൽ സീറ്റിൽ മത്സരിപ്പിക്കണം, കൂടുതൽ എം എൽ എമാർ വരണം, ധാരാളം എം എൽ എമാർ വരും, ധാരാളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരും. അങ്ങനെ വളർന്നു വരുന്നൊരു ഘട്ടത്തിൽ ഒരു സ്ത്രീയാണ് ഈ കൂട്ടത്തിൽ ആകാൻ മറ്റുള്ളവരെക്കാൾ ഏറ്റവും മറ്റ് യോഗ്യതകളില്ലാഞ്ഞിട്ടല്ല, ഈ സിറ്റുവേഷനെ നേരിടാൻ ഒരു സ്ത്രീയാണ്, ഈ കൂട്ടത്തിൽ ഒരു സ്ത്രീയാണ് വേണ്ടത് എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ആക്കാൻ മടിക്കുന്ന പാർട്ടിയല്ല CPIM.